ഹായ് ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഇക്കി കിഡ്സ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരും പുതിയൊരു ടോപ്പിക്ക് ലേൺ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? ഓക്കെ. അപ്പം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ കേട്ട് പഠിക്കുന്നു എന്നതിലുപരി കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെ പുതിയൊരു ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാവിലെ എന്തൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന് അറിയാൻ ടീച്ചർക്ക് ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തൊക്കെയാ ഫുഡ് കഴിച്ചത് ഒക്കെ അറിയാൻ വേണ്ടി. അപ്പൊ ഓരോരുത്തരും എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചതെന്നൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അപ്പൊ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള പല ഫുഡുകളും കഴിച്ച ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫുഡ് വീട്ടില് പ്രിപ്പയർ ചെയ്ത് തരുന്നത് ആരാണ്? ഓക്കെ. വീട്ടില് അമ്മ കുക്ക് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്, മദർ, ഫാദർ, അല്ലെ, ഏട്ടൻ, ഏച്ചി, അങ്ങനെ പല ആൾക്കാർ കുക്ക് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ കഴിക്കുന്ന ഈ ഫുഡ് നിങ്ങൾക്ക് ആ വീട്ടുകാർക്ക് എവിടുന്നാ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർ ഈ ഐറ്റംസ് ഒക്കെ എവിടുന്നാ വാങ്ങിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, കണ്ടിട്ടുണ്ടല്ലേ. എവിടുന്നൊക്കെയാ? സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന്, പലചരക്ക് കടകളിൽ നിന്ന്, അങ്ങനെ പല വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ അത് കളക്ട് ചെയ്തിട്ടാണ് വീട്ടിൽ അത് കുക്ക് ചെയ്യുന്നത്, ആണല്ലോ? ഓക്കെ. അപ്പൊ ഈ സൂപ്പർ മാർക്കറ്റുകളിലായാലും അല്ലെങ്കിൽ പലചരക്ക് കടകളിലായാലും ബാക്കി എന്ത് ഷോപ്പുകൾ ഏത് എടുക്കട്ടെ, അവിടേക്ക് ഈ ഫുഡ് ഐറ്റംസ് എങ്ങനെയാ എത്തുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അവർക്ക് ഈ ഫുഡ് ഐറ്റംസ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ. പല വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായിട്ട് അവര് കളക്ട് ചെയ്യാണ് അല്ലെ? ഓക്കെ. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട്? ആ ആ, അതായത് നെല്ല് അഥവാ നമ്മുടെ റൈസ്, ഗോതമ്പ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ പല വെറൈറ്റി ഫുഡ്സ് നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ടല്ലേ? അപ്പൊ അവർക്ക് ഈ ഫുഡ് ഐറ്റംസ് ഈ സൂപ്പർ മാർക്കറ്റുകളിലേക്കായാലും കടകളിലേക്കായാലും എവിടെ നിന്നാണ് എത്തുന്നത്? അതെ, അത് നമ്മുടെ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് അഥവാ കൃഷിക്കാരുടെ കയ്യിൽ നിന്ന്, കർഷകരുടെ കയ്യിൽ നിന്നാണ് അവരുടെ അടുത്തേക്ക് എത്തുന്നത്. ബേസിക്കലി അപ്പൊ കർഷകർക്ക് ആ ഫുഡ് ഐറ്റംസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം അല്ലെ? അപ്പൊ അവര് പ്ലാന്റ് ചെയ്തിട്ടാണ്, ഒരു പ്ലാന്റിൽ നിന്നും ഒരു ചെടിയിൽ നിന്നുമാണ് നമുക്ക് ബേസിക്കലി ഫുഡ് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഭൂമിയിലുള്ള സകലമാന ജീവജാലങ്ങൾക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ഫുഡ് കൊടുക്കുന്നത് ആരാ നമുക്ക് പറയാം? അതെ, പ്ലാന്റ്സ് അഥവാ ചെടികളാണ് നമുക്ക് പറയാം. ഇപ്പം ഏത് ഫുഡ് ഐറ്റംസ് എടുത്തോട്ടെ, ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഈവൻ റൈസോ ഗോതമ്പോ ഏത് വേണമെങ്കിലും എടുത്തോട്ടെ, അത് നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു പ്ലാന്റിൽ നിന്നാണ് അല്ലെ? ഒരു ചെടിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടുകാരാണ് ഫുഡ് കുക്ക് ചെയ്ത് തരുന്നതെങ്കിൽ പോലും ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആ ഫുഡ് ബേസിക്കലി പ്രൊവൈഡ് ചെയ്തെന്ന് ആരാ നമുക്ക് പറയാം? ചെടികൾ അഥവാ പ്ലാന്റ്സ് ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ രാവിലെ കഴിക്കുന്ന ഫുഡിനെ, ആ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയും അല്ലെ? ഉച്ചയ്ക്കാണെങ്കിൽ അതിന് എന്താ പറയാ? ലഞ്ച് എന്ന് പറയും. രാത്രിയാണെങ്കിൽ അതിനെ നമ്മൾ ഡിന്നർ എന്ന് പേരിട്ട് വിളിക്കും. അപ്പൊ നമ്മൾ ഓരോ നേരം ഫുഡ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നത് പോലെ ഈ ചെടികള് ആഹാരം നിർമ്മിക്കുന്ന പ്രോസസ്സിനെ നമുക്കൊരു പേരിട്ട് വിളിക്കണ്ടേ? വേണ്ടേ? ഓക്കെ. അപ്പം അങ്ങനെ ചെടികള് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അവര് കുക്ക് ചെയ്യുന്നതിനെ നമ്മൾ ബേസിക്കലി വിളിക്കുന്ന ഒരു പേരാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ക്ലിയർ ആണോ? അതായത് നമുക്ക് നമ്മുടെ വീട്ടുകാർ ഓരോ നേരം ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നത് പോലെ ചെടികൾ നമുക്ക് ആഹാരം പ്രിപ്പയർ ചെയ്തിരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് വിളിക്കുക. ഇനി അതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചെടികളിലെ ഇലകളിൽ വെച്ചിട്ടാണ് അഥവാ ലീഫിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇനി ആ പ്രോസസ്സിലേക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് അഥവാ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ടെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ വീട്ടിലൊരു മീൻ കറി കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചിക്കൻ കറി കുക്ക് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ എടുക്കൂലേ? ചിക്കന് അല്ലെങ്കിൽ ഫിഷ് ആവശ്യമുണ്ട്, അതിലേക്ക് കുറച്ച് മസാല പൊടികൾ ആവശ്യമുണ്ട്, ഒനിയന്, ടൊമാറ്റോ, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടാണ് നമ്മൾ ഒരു സാധനം, ഒരു ഫുഡ് ഐറ്റം നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെടികൾക്ക് ബേസിക്കലി വേണ്ട 3 കാര്യങ്ങളാണ്. എന്തൊക്കെയായിരിക്കാം? ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. ഫോട്ടോസിന്തസിസ് എന്ന പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഫോട്ടോ റിലേറ്റഡ് ടു ലൈറ്റ് ആണ് അല്ലെ? സോ ബേസിക്കലി അവിടെ എന്ത് വേണം? സൺലൈറ്റ് വേണം. പിന്നെ ആര് വേണം? നമ്മൾ ഇൻഹെയിൽ ചെയ്ത് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ആ ഒരു ഗ്യാസിനെ ആര് യൂസ് ചെയ്യുന്നുണ്ട്? ചെടികൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ യൂസ് ചെയ്യുന്ന ഒരു മറ്റൊരു മെറ്റീരിയൽ ആണ് വാട്ടർ. ബേസിക്കലി ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നടക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ്? സൺലൈറ്റ് ഉണ്ട്,
കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഉണ്ട്. ഈ 3 ഐറ്റംസ് ഉപയോഗിച്ച് നമ്മുടെ ഡേ ടൈമിൽ പകൽ സമയങ്ങളിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫുഡ് ബൈ പ്ലാന്റ്സ് യൂസിങ് സൺലൈറ്റ്, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് ബേസിക്കലി പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. അപ്പൊ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പകൽ സമയങ്ങളിൽ അഥവാ ഡേ ടൈമിലാണ് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പൊ രാത്രി സമയങ്ങളിൽ പ്ലാന്റ്സിന് എന്തായിരിക്കും ജോലി? അവർക്ക് റെസ്റ്റ് എടുക്കണ്ടേ? എല്ലാവരും ജോലി ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്നത് പോലെ തന്നെ പ്ലാന്റ്സും പകൽ സമയങ്ങളിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലീസ് ചെയ്ത് അവര് റിലാക്സ് ചെയ്ത് ഒന്ന് ശ്വാസം വിടുന്ന സമയമാണ്. അപ്പൊ അത് തന്നെയാണ് അവര് ശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സ് പിന്നെ ഇൻഹെയിലും എക്സ്ഹെയിലും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് നൈറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഡേ ടൈമിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി തരുന്നു അല്ലെ? അപ്പം പിന്നെ എന്ത് ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഇതെല്ലാം അവർ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? ഡേ ടൈമിലാണ്. നൈറ്റ് ടൈമിൽ അവർക്ക് റെസ്റ്റ് എടുക്കുകയാണ്, അവര് റിലാക്സ് ചെയ്യണം. അതായത് അവര് ചെടികൾ ശ്വസിക്കുന്നത് ഏത് ടൈമിലാണ്? നൈറ്റ് ടൈമിലാണ്. ഇനി ചെടികളും നമ്മളെ പോലെ തന്നെ ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് പുറത്തേക്ക് വിടുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.